ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ. ഇത് ഞാൻ എനിക്ക് എക്സാം കാര്യങ്ങളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ നോമ്പ് 16 വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോമ്പുതുറ വിശേഷം. അതെല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത് 17ാമത്തെ നോമ്പുതുറ വിശേഷമാണ് കേട്ടോ. 17ാമത്തെ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബദരീങ്ങളാണ്ടിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും വ്ളോഗും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ഞാൻ അന്ന് വൈകി വിടാൻ എക്സാം ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മാങ്ങ കട്ട് ചെയ്തതുണ്ട്, പിന്നെ സാധാരണ നോമ്പ് തുറക്കുമ്പോണ്ടാണ് ഈത്തപ്പഴം, പിന്നെ കട്ട്ലേറ്റും ബോണ്ട ഉണ്ടായിരുന്നു. അനിയനക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. നമ്മൾ പൊരിക്കടി പുറത്തുനിന്ന് അങ്ങനെ വാങ്ങലില്ലേന്ന്. അപ്പോൾ ഇന്ന് വാങ്ങിയതാണ് കട്ട്ലേറ്റും ബോണ്ടയും. അപ്പോൾ എന്താണ് വത്തക്ക ഉണ്ടായിരുന്നു, മെയിനായിട്ടുള്ള വത്തക്ക, പിന്നെ നാരങ്ങ വെള്ളത്തിൽ മസ്റ്റായിട്ട് തണുപ്പും വേണം കസ്കസും വേണം, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ നോമ്പ് തുറന്ന് ബാങ്ക് കൊടുത്തു. അപ്പോൾ സാധാരണ എല്ലാവരും അവിടെ ബദരീങ്ങളാണ്ടിൻ്റെ ദിവസം പള്ളിക്കന്ന് ചോറൊക്കെ കൊടുക്കും. നിങ്ങളവിടെയൊക്കെ കൊടുക്കണ്ടെന്ന് കമൻറ്റ് എല്ലായിടത്തും കൊടുക്കും. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തിട്ട്. നമ്മളിവിടെ വലിയ പള്ളിക്കന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ബീഫിൻ്റെ ബിരിയാണി ആയിരുന്നു കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. പിന്നെ ചിലയിടത്ത് പത്തിരി ബീഫ് അങ്ങനെയൊക്കെ ആവും കിട്ടൽ, ചിലയിടത്ത് അരി ചിക്കൻ അങ്ങനെ. നമുക്ക് ഇവിടെ ബിരിയാണിയാണ് കിട്ടിയത്, ബീഫിൻ്റെ ബിരിയാണി. അതായിരുന്നു നമുക്ക് അന്ന് നോമ്പ് തുറക്കാൻ. അപ്പോൾ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇതന്നെ ധാരാളമായിരുന്നു ഗൈസ്. അങ്ങനെ ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ നല്ല അടിപൊളി ബീഫ് ബിരിയാണി. അധികം മസാലയും കാരണങ്ങളൊന്നും ഇല്ലാത്ത ബിരിയാണിയാണ്, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബീഫിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താണ് ബദരീങ്ങൾ ആണ്ടിന് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ നോമ്പ് തുറന്ന് ബിരിയാണി കഴിച്ചു. നമ്മൾ ഈ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു പള്ളിക്ക് നിന്ന് കിട്ടുന്ന ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളെ 17ാമത്തെ നോമ്പും കഴിഞ്ഞിട്ടോ. അങ്ങനെ അതാ പപ്പടം അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പള്ളിക്കന്ന് നമ്മളവിടെ അടുത്തുള്ളൊരു പള്ളിക്കന്ന് ബിരിയാണി കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ അനിയൻ പഠിക്കുന്ന മദ്രസന്ന് അവിടുന്ന് ബിരിയാണി കിട്ടും. അപ്പോൾ അതിൻ്റെ വ്ളോഗ് അടുത്ത ചാനലിൽ വിടാം. അത് 18ാമത്തെ നോമ്പിൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.